ഹായ് ഗായ്സ്, ഈ പുഴയും കടന്ന് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ടെൻഷൻ നിറഞ്ഞ എപ്പിസോഡുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പുഴയും കടന്ന്. ഹോം സ്റ്റേയിൽ താമസിക്കാൻ വരുന്നവരുടെ ഉദ്ദേശവും പ്ലാനിങ്ങും നിള വിനീതിനെ വിളിച്ചറിയിക്കുന്നു. അമ്മ രാജേശ്വരിയുടെ തീരുമാനമാണ് ഇതെല്ലാം എന്നറിഞ്ഞ് നിവിനും രക്ഷിക്കാൻ എത്തുന്നു. അങ്ങനെ അവർക്കൊരു അപകടം ഉണ്ടാകുന്നതിന് മുന്നേ നിവിനും വിനീതും അവരെ അടിച്ചൊതുക്കുന്നു. ഇതേ തക്കത്തിൽ ശാരദയോട് ജയപാലൻ പറയുന്നത്, അതാ ഞാൻ പറഞ്ഞത് ഹോം സ്റ്റേ ഒന്നും വേണ്ടാന്ന്, പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ കാവേരി പറയുന്നത്, അതിന് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. കാവേരി ജയപാലനോട് തട്ടിക്കയറുന്നത് ശാരദയ്ക്ക് ഇഷ്ടമാകുന്നില്ല. അതുകൂടാതെ തൽക്കാലം ഇപ്പോൾ സഹായത്തിന് ആരുമില്ലല്ലോ, അതുകൊണ്ട് ഗംഗയുടെ കല്യാണം വേഗം നടത്തണമെന്നും പറയുന്നു. അത് ശരിയാണെന്ന് കരുതി അയാളുമായുള്ള നിശ്ചയത്തിന് വരുമ്പോഴാണ് അയാൾ നേരത്തെ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണെന്നറിഞ്ഞ് ശാരദ തന്നെ അത് മുടക്കി ഗംഗയെ വിനീതിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് അമ്മയാണ് ഇതിനു പിന്നിലെന്നറിഞ്ഞ് കാവേരി നിവിനുമായി ഉടക്കുന്നു. കാവേരിയെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് സഹായമൊക്കെ വാഗ്ദാനം ചെയ്ത് കാവേരിയുമായി ഇഷ്ടത്തിലാവുന്നുണ്ട് നിവിനും കാവേരിയുമായി ഇഷ്ടത്തിലാണെന്ന വിവരമറിഞ്ഞ രാജേശ്വരി ജയപാലുമായി സംസാരിച്ച് വേറെ കല്യാണം നിവിൻ എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നും പറയുന്നു. അങ്ങനെ പതുക്കെ കാവേരിക്ക് നിവിനെ ഇഷ്ടമാണെന്ന് പറയാൻ വരുന്ന സമയത്ത് നിവിന് വേറെ കല്യാണം ശരിയാവുന്നു. ആകെ കുഴഞ്ഞു മറിഞ്ഞ സംഭവബഹുലമായ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം? നിവിനും കാവേരിയുമായുള്ള ബന്ധമാണോ അതോ ഗംഗയും വിനീതുമായുള്ള ബന്ധമാണോ എന്നറിയിക്കുക. വേറെ ഒരു പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.